എണീക്കടി ഗൈസ് ഇവക്ക് ഇപ്പം എണീക്കാൻ ഭയങ്കര മടിയാണ്. എത്ര വന്ന് വിളിച്ചു തന്നാലും നീ ഒരു കുഞ്ഞു. ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നാലും ഇവള് ഉറക്കത്തിൽ തന്നെ ആയിരിക്കും ഗൈസ്. നേരത്തേക്കായിരുന്നു ഇവളായിരുന്നു എല്ലാവരെക്കാളും മുന്നേ എണീക്കുന്നേ. ഇപ്പം എണീക്കണമെങ്കിൽ ഞാൻ വന്നിട്ട് ഇക്കിടണം, എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എണീക്കത്തുള്ളൂ. അപ്പം എണീക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയത്തില്ല നിങ്ങൾക്ക്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നൊരു 8-ാം തീയതിയാണ്. അല്ല 7-ാം തീയതിയാണ്. നമ്മള് കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു 8-ാം തീയതി. ഇന്ന് ശരിക്കും എത്രാം തീയതി? ഇന്ന് 7-ാം തീയതിയാണ്. 7-ാം തീയതി 8-ാം തീയതിയാണ്. ഓ ഇന്ന് 8-ാം തീയതി. സ്കാൻ ചെയ്യാൻ പോവാണ്. 3rd month 6 ആയില്ലേ? 3rd month സ്കാനിങ്. നമ്മൾ ഇന്ന് നമ്മളിത് ബേബിനെ കാണാൻ പോവാ. എന്നെ കേട്ടു തരത്തില്ലല്ലോ. നിങ്ങളെ കേട്ടത്തില്ല, എന്നെ മാത്രമേ കേട്ടത്തുള്ളൂ. ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കും. ബോണ്ട് നീ എനിക്ക് മതി പറഞ്ഞാൽ മതി. എനിക്ക് എണീക്കാനേ എനിക്കടി അല്ല എനിക്ക് എണീക്കാൻ ഈയിടെയായിട്ട് എണീക്കാൻ ഭയങ്കര താമസമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് രാത്രി ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് രാവിലെ എണ്ണീറ്റ് വരിക എന്ന് പറയുന്നത് സോസ്കി ഫാക്ടർ മാൻ. നിങ്ങൾ രാത്രി പോത്ത് പോലെ ഉറങ്ങിയിട്ട് വെളുപ്പിനെ എണ്ണീറ്റ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. പക്ഷെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുഡ് ഈവനിങ്ങോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ 3-ാമത്തെ മാസത്തിന്റെ സ്കാനിങ് 3rd month സ്കാനിങ് നമ്മൾ പോവാ. ഞാൻ എണ്ണിച്ച് ജീവനൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. ഗൈസ് ഇവർക്ക് നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ? വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല ചുമയും ഉണ്ടായിരുന്നു. കുത്തി ചുമയുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പം ചുമയും ഇല്ല, വോമിറ്റിംഗും ഇല്ല. പക്ഷെ നടുവിന് നല്ല കഴപ്പുണ്ട്. പിന്നെ ഇടയ്ക്ക് വയറിന് ചെറിയൊരു പെയിൻ വരും, അതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഉറക്കവും ഇല്ല, ഉണരത്തും ഇല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരത്തും ഇല്ല ഗൈസ്. അപ്പോൾ ഈ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചൂട് പാല് കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് സ്ഥിരം നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് ചൂട് പാല് കാച്ചി കുടിക്കും ഗൈസ്. പക്ഷെ അതെല്ലാം തോറ്റുപോയി. ഇവിടെ ഉറങ്ങത്തില്ല, എന്നാലും ഉറങ്ങത്തില്ല. ഇപ്പം രാവിലെ ഇപ്പം എണീറ്റ് വരുമ്പം നേരത്തെ എണീക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ എണീക്കാറില്ല ഗൈസ്. അപ്പം അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇനി നേരെ റെഡിയായിട്ട് നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. സ്കാനിങ് ചെയ്യണം. ഇനി സ്കാൻ ചെയ്തിട്ടാണ് ഇനി ഏതാ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കേട്ടുവാണെങ്കിൽ എനിക്കും ബേബിയെ കാണാൻ പറ്റും. ഈ കഴിഞ്ഞ വട്ടം പോയപ്പോഴും നമ്മളെ കേട്ടില്ല. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ചോദിച്ചു നോക്കണം. എന്നാലും എന്നെ കേട്ടത്തില്ലടാ. അപ്പൊ നമുക്ക് ആദ്യം പോയ സമയത്ത് എന്നെ കേട്ടില്ല. പൊന്നായ കയറിയപ്പം പൊന്നാക്കി കാണാനൊക്കെ പറ്റും. രാവിലെ ഡ്രൈ ഫ്രൂട്ട്സും ചായയൊക്കെ കുടിക്കുകയാണ്. പാല് കൂച്ചു വേണം നീ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് പൊന്ന ഇപ്പം കഴിക്കുന്നത് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിസ്ത, ഇത് എള്ളിൻ്റെ ഒരു മിഠായി ഗൈസ്. അപ്പൊ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇവർക്ക് അങ്ങനെ പോവാറില്ല. അങ്ങനെ ഫുഡിനോടും വലിയ കുഴപ്പമില്ലെന്ന് തോന്നില്ലേ? പപ്പടവും മുട്ട ഇതാക്കിയത് എടാ നീ ഇന്ന് മുട്ട വാട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, ഇത് തീർന്നിട്ട് വേണം ഗൈസ് നമുക്ക് ഇനി മുട്ട വാട്ടാൻ. സൂപ്പറായിട്ടുണ്ട്. മുട്ട വാട്ടി കുടിക്കും. ഇവർക്ക് മുട്ട ബുൾസൈ അടിച്ചാലൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം വൊമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഒക്കെ വരും. അപ്പോൾ അത് കാരണം നമ്മളത് വാട്ടിയാണ് കുടിക്കുന്നത് ഗൈസ്. അപ്പം പൊന്നത് കഴിച്ചോ? കഴിച്ച് സെറ്റ് ഇന്നത്തെ കഴിക്കാനുള്ളത് അമ്മ കൊണ്ടിട്ട് അമ്മ രാവിലെ എണീറ്റെല്ലാം സെറ്റാക്കി വെച്ചേക്കുക. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മുന്നിലോട്ട് എത്തും. വെറുതെ തിന്നുക, ഫസ്റ്റ് എടുക്കുക, പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് മുറ്റത്തൊന്ന് നടക്കാൻ. എന്താ ഈ പ്ലേറ്റില്? വിടിയപ്പോ? കറി വേണ്ടേ? കറിയില്ലേ? കാരണം അമ്മയ്ക്കറിയാം, നിങ്ങൾക്ക് അറിയത്തില്ലെന്നുള്ള അമ്മയ്ക്കറിയാം. ഞാൻ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കത്തില്ല, എനിക്ക് പഞ്ചസാര തന്നെ വേണം. ഇങ്ങനെ എനിക്ക് ഇടിയപ്പം കൊണ്ടുവന്നു അമ്മ.
എൻ്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇടിയപ്പം. ഇടിയപ്പത്തിന് വേറെ പേര് ഇടിയപ്പം. ഈ സാമ്പാറുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവർക്ക് സാമ്പാർ. എടാ നീ സാമ്പാർ അതിൻ്റെ അടുത്ത് കഴിക്കാതെ? ഞാൻ കഴിക്കുന്ന സാധനത്തിൽ ചില സാധനങ്ങൾ ഭയങ്കര കോമ്പിനേഷൻ നോക്കി മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എനിക്ക് സാമ്പാർ കഴിക്കില്ല. പഴമുണ്ട്, പഞ്ചസാര പഴം കൂട്ടി തട്ടാം. നീ കഴിക്കുന്നു സാധാരണ നീ കഴിക്കുന്നില്ലല്ലോ. സാധാരണ കഴിക്കുന്നില്ല. സത്യം രാവിലെ ഞാൻ കഴിക്കുന്നത് ഭയങ്കര വളരെ വിരളമാണ്. ഇപ്പൊ പിന്നെ കഴിക്കുന്ന ഹോസ്പിറ്റലിൽ പോകണല്ലോ. അപ്പം ഹോസ്പിറ്റലിൽ ഇപ്പൊ സ്കാനിങ് ഒക്കെ പോകുന്ന സമയത്ത് എത്ര നേരം ഇരിക്കണം നമുക്കറിയില്ല. മുഷി എന്തായാലും. അപ്പം കഴിച്ചിട്ട് കഷ്ടപ്പാടാ. ഇടിയപ്പത്തിനോട് സാമ്പാർ കിട്ടാൻ പോയി. പക്ഷെ ഇടിയപ്പത്തിനോട് സാമ്പാർ കിഴങ്ങെടുത്ത് തിന്നാൻ അപ്പൊ ഇനിയിപ്പോ കഴിച്ചിട്ട് പഞ്ചസാരയും പഴവും ഇട്ട് കഴിക്കുന്നത് ആഹാ അടിപൊളിയാ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ആരുമില്ല, കാണും. എത്രയോ പേര്, എന്റെ വൈബുള്ള എത്രയോ പേര് കാണും. പിന്നെ ഇതൊക്കെ ഇനി കഴിച്ചിട്ട് കുറച്ചേരം കൊണ്ടാക്കി നടക്കാനുണ്ട് ഗൈസ്. നടക്കണം. പിന്നെ നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കാം. ഫയലെടുക്കണം, റെഡിയായിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. അപ്പൊ ഇനി കഴിച്ചിട്ടാണ് ഗൈസ്. അപ്പം അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്യണം. അതിനിടയ്ക്ക് നടത്തുകയും കഴിഞ്ഞു ഗൈസ്. അപ്പം ഇവള് ഒറ്റയ്ക്ക് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കൂട്ടത്തിൽ ഞാനും നടന്ന്. എന്തേ അതാണ്ട് ഇവളും നടന്ന്. മിച്ചപ്പാ ടാറ്റ പറഞ്ഞേ. ടാറ്റ പോന്ന് പറഞ്ഞേരേ. ഗൈസ് അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഗൈസ്. പോകണം. പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ സ്കൂട്ടറിലൊക്കെ സഞ്ചരിക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെക്കൂടെ മാക്സിമം സ്ലോയിൽ ശ്രദ്ധിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂട്ടറിലുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം ഗൈസ്. അപ്പം നമുക്ക് നേരെ റെഡി ആയിട്ട് നേരെ പോകാം. സൂപ്പർ ഞാൻ പറഞ്ഞപ്പോ ഇവിടെ കിടന്നു. നടക്കട്ടെ കിട്ടിയില്ലേ ഗൈസ്. അപ്പോൾ നമ്മളിനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. പൊന്നതേൻ്റെ ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ മറ്റേ സാധാ സൈഡ് ബാഗ് ഇട്ട് പൊന്നാക്കി തൂക്കി പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ബാഗ് എടുത്തേക്കുന്നത്. ഏത് ബാഗാ? ചിന്നുവിൻ്റെ ബാഗാണ് ഗൈസ്. നമ്മുടെ ബാഗ് ഡോരയുടെ ബാഗ്. ചിന്നുവിൻ്റെ ബാഗിൻ്റെ പ്രൊമോഷൻ നടക്കുമോ? പോയിട്ട് വരാമേ. ചിന്നു പോയിട്ട് വരാമേ. മാമച്ചി പോയിട്ട് വരട്ടെ. ടാറ്റ വന്നിട്ട് ടാറ്റ കൊണ്ട് മാമേ. ടാറ്റ 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 മമ്മ കൊണ്ടുവരാം. ടാറ്റ ടാറ്റ പോയിട്ട് വരാമേ. ഗൈസ് മിച്ചു ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ സാധിക്കുന്നില്ല. വരുമ്പോ മുട്ടി മേടിച്ചിട്ടില്ലാമേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് പോകണം. നമ്മൾ മുത്തൂറ്റാണ് വന്നേക്കുന്നത് സ്കാൻ ചെയ്യാനായിട്ട്.
ഗൈസ് അതേപോലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ മാസ്ക് വെക്കണം ഗൈസ്. പക്ഷേ എങ്കിൽ നമ്മൾ വെക്കാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മാസ്ക് വെച്ചാൽ ഓക്കെ ആവത്തില്ല കേട്ടോ. അതിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ഗൈസ് പ്രഗ്നൻ്റ് ആയ വൈഫുമാരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു കാഴ്ചയുള്ളൂ മെയിനായിട്ട്. അതായത് കൂടെ നിൽക്കുന്ന ഹസ്ബൻഡുമാരുടെ കയ്യിൽ ഇങ്ങനെ ഇതേപോലെ ഏതെങ്കിലും ഒരു ബാഗ് കാണും, അതും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാം ഗൈസ്. ഇപ്പം ഞാനും അങ്ങനെ ബാഗും പിടിച്ചിരിക്കുക. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ? അതെ. എൻ്റെ ജോലി എന്താ? എൻ്റെ ജോലി എന്താ? വരുന്ന ആളുകളുടെ വയറ് വേണ്ടി കണ്ടുവിടുക, വയറിൻ്റെ ഷേപ്പ് നോക്കുക, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ട് കൊതിക്കുക, കണ്ടുവിടുക. ഗൈസ് അപ്പോൾ പൊന്നായ സ്കാനിങ് ഗൈസ്. ഗൈസ് അപ്പോൾ പൊന്നായ സ്കാനിങ് പക്ഷേ എനിക്ക് കയറാൻ പറ്റില്ല, പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സ്കാനിങ് കഴിഞ്ഞിട്ട് പൊന്നായ വെളി വരുന്നില്ല, നമുക്ക് വീട്ടിൽ നോക്കാം. അലക്സ ഹലോ, ഹായ്, കരിക്ക് ഗൈസ് വന്ന വഴി തൊട്ട് പറയാണ് കരിക്ക് വേണം. ഞാനല്ല പറഞ്ഞ്, ബേബി പറഞ്ഞു എന്നല്ലേ. ഈ സമയത്ത് കരിക്ക് കുടിക്കുന്നല്ല. കുറച്ച് കുടിക്കാം. കഴിഞ്ഞ വട്ടം മേടിച്ച കഴിക്കില്ലേ, നമ്മൾ സ്കാൻ ചെയ്തു, ബേബിയെ കണ്ടു. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല അടിപൊളി കരിക്കായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ കരിക്ക് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി. ഇനി സ്കാനിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പറയാം. ഗൈസ് അപ്പോൾ നമ്മുടെ സ്കാനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ 3 മാസം പോയത് അറിഞ്ഞതേയില്ല. അല്ലേ? പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. 3 മാസം, അങ്ങനെ 3 മാസമായി. നമ്മൾ 3rd മന്ത് സ്കാനിങ് കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു. സ്കാനിങ്ങിന് കയറിയ അത്രയും സമയം കൊണ്ട് വെളിയിലിരുന്ന് മുട്ട. അതേപോലെ നമ്മൾ പൊന്ന സ്കാനിങ്ങിന് കയറി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1/4 മണിക്കൂറോളം എടുത്തു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ ആൾക്കാർ സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ച് എന്താണ് വരാത്തെന്നുള്ള കാര്യം. പക്ഷേ എന്തായാലും വന്നല്ലോ, എന്തായാലും ഇറങ്ങി വന്നല്ലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി സ്കാനിങ് നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഗൈസ്? അപ്പൊ നമ്മള് സ്കാൻ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റുന്നത്. നമ്മൾ കോട്ടയത്ത് തന്നെ പോയി നമ്മൾ ഡോക്ടറെ കണ്ടു, നോക്കി. ബേബിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഹെൽത്തിയാണ്. പിന്നെ നമുക്ക് നേരത്തെ ടാബ്ലറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് വേറെ ടാബ്ലറ്റ്സ് തന്നു. പിന്നെ അടുത്ത സ്കാനിങ്ങിനുള്ളതൊക്കെ എഴുതി തന്നു. പിന്നെ നമുക്ക് 5 മാസത്തെ സ്കാനിങ് ഫൈബ്രോയിഡ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 1.5 സെന്റിമീറ്ററും കൂടെ ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും. അത് നല്ലോണം കെയർ ചെയ്യാൻ പറഞ്ഞു, നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു, നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒരു കാര്യം പറയണ്ടേ ഗൈസ്, വെള്ളം കുടിക്കത്തേ ഇല്ല. വെള്ളം കുടിക്കത്തേ ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് വെള്ളം നല്ലോണം കുടിക്കണം, നാളെ തൊട്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം കുടിക്കുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. എന്താ എന്നെ വെള്ളം കുടിക്കാൻ പറ്റാത്ത കുറച്ച് പേര് കാണും. എന്താ എനിക്ക് വെള്ളം കുടിക്കാനും തോന്നുന്നില്ല, ദാഹിക്കത്തില്ല, എന്താന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് കഴിഞ്ഞ വട്ടം നോക്കിയിട്ടുള്ളതിനേക്കാളും ഒരു 1.5 സെന്റിമീറ്ററും കൂടെ ഫൈബ്രോയിഡ് ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലോണം ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞു, നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, വെയിറ്റ് ഒന്നും എടുക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടാകുന്ന രീതിക്കുള്ള എല്ലാം നമ്മൾ ഡോക്ടർ പറഞ്ഞ രീതിക്ക് തന്നെ ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകും. വെള്ളം കൂടി മാത്രമേ ഉള്ളൂ താന്ന് പോയത്. പിന്നെ വെയിറ്റ് അങ്ങോട്ട് കൂടുന്നില്ല, കുറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ സ്കാൻ ചെയ്ത് ബേബിയെ കണ്ടതിൻ്റെ ഒക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്ത ടൈമിൽ
ബേബിയുടെ കൈയൊക്കെ കാണിച്ചു. ബേബി കൈയൊക്കെ ഇങ്ങനെ പൊക്കി എന്നെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ കാണുന്ന സ്കാനിങ് റിപ്പോർട്ടിലുള്ള ആ ഒരു റിപ്പോർട്ടിലുള്ള പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ. സോറി ഡാഡി. എനിക്കത് കാണാൻ പറ്റില്ല. ഞാൻ കാണുന്ന പറഞ്ഞ ബേബീനെ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് ഇതാണ് ബേബി. കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഈ കാണുന്ന ബേബി. അപ്പൊ നമ്മള് കണ്ടിട്ടുള്ള ഇങ്ങനെ. അപ്പൊ വീട്ടിൽ വന്നിട്ട് എല്ലാരെയും കൊണ്ട് നമ്മളല്ല സ്ക്രീനിലും ഇത് തന്നെയാ കാണുന്നത്, അത് എല്ലാവർക്കും അറിയാലോ. പിന്നെ അന്നേരം ആ ഒരു പക്ഷെ ഒരു കാര്യമുണ്ട്, സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മൂവ്മെന്റ്സ് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സ്റ്റേജിൽ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാണുന്ന ആ പിക്ചർ മാത്രം വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോ തന്നെ എല്ലാരും ആ ബേബി ഇത്ര വളർന്നു പെട്ടെന്നുള്ളൊരു മിച്ചു അപ്പൊ തൊട്ട് ബേബി ബേബി എന്ന് പറഞ്ഞ് പറയാൻ നടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ 3rd മന്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള വിശേഷങ്ങൾ. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വലിയ വീഡിയോയുമായി വരുന്നത് വരെ